ഒരു രാജാവിന് ഒരു തോട്ടക്കാരനുണ്ടായിരുന്നു. ഈ തോട്ടക്കാരന് ഒരു കുഴപ്പമുണ്ട്. എല്ലാ ഉത്സവങ്ങൾക്കും പോകണം. ദൂരദേശത്തുള്ള അമ്പലങ്ങളിൽ പോലും ഉത്സവം ഉണ്ടെന്ന് കേട്ടാൽ അയാൾക്ക് പോകണം. നാട്ടുഭാഷയിൽ പറഞ്ഞാൽ ചെണ്ടപ്പുറത്ത് കോലിടുന്നിടത്തെല്ലാം പോകണം. അങ്ങനെ ഒരിക്കൽ അടുത്ത ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവം വന്നു. അത് നല്ല വേനൽക്കാലവുമായിരുന്നു. അതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഈ തോട്ടക്കാരൻ്റെ സഹായി വീട്ടിലേക്ക് പോയിരുന്നു, തിരിച്ചു വന്നിട്ടില്ല. അപ്പോൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ ആരുമില്ല. ഈ അടുത്ത ഗ്രാമത്തിലേക്ക് പോകണമെങ്കിൽ 2 ദിവസം എടുക്കും. ഒരു ദിവസം അങ്ങോട്ട് പോകണം, ഉത്സവം കാണണം, അന്ന് അവിടെ വിശ്രമിച്ചിട്ട് പിറ്റേന്ന് തിരിച്ചു വരണം. ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ ആരും ഇല്ലാത്തപ്പോൾ തോട്ടക്കാരനാകെ വിഷമിച്ചു. ഈ തോട്ടക്കാരൻ്റെ തോട്ടത്തിൽ കുറേ കുരങ്ങുകളുണ്ടായിരുന്നു. ഈ കുരങ്ങുകളുമായിട്ട് ഈ തോട്ടക്കാരനോട് സൗഹൃദം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വല്ലപ്പോഴും ഇത്തിരി കടലയൊക്കെ വാങ്ങിക്കൊടുക്കും. മാത്രമല്ല തോട്ടക്കാരൻ ജോലി ചെയ്യുന്നത് എപ്പോഴും ഈ കുരങ്ങുകൾ നോക്കി നിൽക്കുന്നത് ഇയാൾ കാണാറുമുണ്ട്. അപ്പോൾ അയാളിങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഈ കുരങ്ങുകളുടെ നേതാവ് വന്നിട്ട് ഈ തോട്ടക്കാരനോട് ചോദിച്ചു, എന്താ കൂട്ടുകാരെ ഇത്ര വിഷമം? അപ്പോൾ അയാൾ പറഞ്ഞു, അടുത്ത ഗ്രാമത്തിലെ അമ്പലത്തിൽ ഉത്സവമാണ്, എനിക്കൊന്ന് പോകണം. അപ്പോൾ കുരങ്ങൻ പറഞ്ഞു, അതിനെന്താ, നീ പോയിട്ട് വാ. അപ്പോൾ അയാൾ പറഞ്ഞു, അയ്യോ ഞാൻ പോയാൽ ഈ ചെടികൾക്ക് വെള്ളം ഒഴിക്കാൻ ആരുമില്ല, ചെടികളെങ്ങാനും വാടിയാൽ രാജാവ് എന്നെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിടും. അപ്പോൾ കുരങ്ങുകൾ പറഞ്ഞു, ഞങ്ങൾ എപ്പോഴും കാണുന്നതല്ലേ നീ വെള്ളം ഒഴിക്കുന്നത്, വേണമെങ്കിൽ ഞങ്ങളിപ്പോൾ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് കാണിച്ചു തരാം, അതുപോലെ ഒഴിച്ചാൽ പോരെ, നീ പോയിട്ട് വാ. അങ്ങനെ ഈ കുരങ്ങൻ ഒരു തൊട്ടിയിൽ കുറച്ച് വെള്ളം കോരിക്കൊണ്ട് വന്നിട്ട് ചെടികൾക്കൊക്കെ ഒഴിച്ച് കാണിച്ചു കൊടുത്തു. അപ്പോൾ തോട്ടക്കാരൻ നോക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല, താൻ ഒഴിക്കുന്നത് പോലെ തന്നെ കുരങ്ങൻ ഒഴിക്കുന്നുണ്ട്. എന്നാൽ കുരങ്ങളെ ഒരു ദിവസത്തേക്ക് തോട്ടം ഏൽപ്പിച്ചിട്ട് ഉത്സവത്തിന് പോയിട്ട് വരാമെന്ന് അയാൾ കരുതി. അങ്ങനെ അയാൾ ഉത്സവത്തിന് പോയി. കുരങ്ങുകളുടെ നേതാവ് എല്ലാ കുരങ്ങുകളെയും വിളിച്ചു കൂട്ടി എന്നിട്ട് പറഞ്ഞു, ഇന്ന് നമുക്കൊരു ജോലിയുണ്ട്, ഈ ചെടികൾക്ക് നന്നായിട്ട് വെള്ളം ഒഴിക്കണം. ഒരു കാര്യം പ്രത്യേകം ഓർക്കണം, നമ്മൾ കുരങ്ങന്മാരാണ്, നമുക്ക് ബുദ്ധിയില്ലാത്തതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വെള്ളം ഒഴിച്ചില്ലെന്ന് ഒരാളെ കൊണ്ടും പറയിക്കരുത്. കൂടുതൽ വെള്ളം ആവശ്യമുള്ള ചെടികൾക്ക് കൂടുതൽ വെള്ളം, കുറച്ച് വെള്ളം ആവശ്യമുള്ള ചെടികൾക്ക് കുറച്ച് വെള്ളം. കുരങ്ങുകൾ സമ്മതിച്ചു. എല്ലാവരും കൂടെ കുടവെടുത്തുകൊണ്ട് അടുത്തുള്ള കുളത്തിലേക്ക് പോയി വെള്ളം കോരിക്കൊണ്ട് വന്ന് വെള്ളം ഒഴിച്ചു തുടങ്ങി. അങ്ങനെ കുറേ നേരം ഒഴിച്ചു കഴിഞ്ഞപ്പം കുരങ്ങുകൾക്കൊരു സംശയം, കൂടുതൽ വെള്ളം ആവശ്യമുള്ള ചെടികൾക്ക് കൂടുതൽ വെള്ളവും കുറച്ച് വെള്ളം ആവശ്യമുള്ള ചെടികൾക്ക് കുറച്ച് വെള്ളമായിട്ട് കിട്ടിക്കാണൂ. അവർ ഓരോ ചെടികളായിട്ട് പിഴുതെടുത്ത് നോക്കാൻ തുടങ്ങി, വേരുകളൊക്കെ നനഞ്ഞിട്ടുണ്ടോ. എന്നിട്ട് അത് കുറേയൊക്കെ കുഴിച്ചു വെച്ചു, കുറേയൊന്നും കുഴിച്ചു വെച്ചില്ല. വൈകുന്നേരം ഇത് തന്നെ ചെയ്തു. ചെടികൾക്ക് വെള്ളം ഒഴിച്ചു, ഓരോന്നും പിഴുതെടുത്ത് വേരിലെല്ലാം വെള്ളം പറ്റിയിട്ടുണ്ടോ നോക്കി. വേരുകളിൽ മുഴുവൻ നനവില്ലെങ്കിൽ വീണ്ടും കുഴിച്ചു വെച്ചു, വീണ്ടും വെള്ളം ഒഴിച്ചു. കുറേയൊക്കെ നട്ടു, കുറേയൊക്കെ അവിടെ ഇട്ടു. പിറ്റേന്ന് രാവിലെ നമ്മുടെ തോട്ടക്കാരൻ വരുന്നതിന് മുമ്പേ രാജാവ് ഉണർന്നു. രാജാവ് നോക്കുമ്പോൾ തോട്ടം ആകെ താറുമാറായി കിടക്കുന്ന തോട്ടക്കാരനെ വിട്ട് കാണുന്നുമില്ല. അയാളെ ഇനി കൊട്ടാരത്തിൻ്റെ അടുത്തേക്ക് പോലും അടുപ്പിക്കേണ്ടെന്ന് രാജാവ് ഉത്തരവിട്ടു. അങ്ങനെ തോട്ടക്കാരൻ്റെ പണി പോയി.